മഹിമയേഴും പരമേശ പാഹി മാമേശു മഹേശ. നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും നിന്മധുരാമൃതവചനം കിന്നതയാകവേ പോക്കും. നിന്മധുരാമൃതവചനം കിന്നതയാകവേ പോക്കും. താവക സന്നിധി ചേർന്നതികാലേ ജീവനിൽ നിറഞ്ഞെഴുന്നേൽക്കും പാവന ചിന്തകളാലേ. ജീവനിൽ നിറഞ്ഞെഴുന്നേൽക്കും പാവന ചിന്തകളാലേ. മഹിമയേഴും പരമേശ പാഹി മാം യേശു മഹേശ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല സമയത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കണം ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൽ കർത്താവിൻ്റെ പാദപീഠം ചാർന്ന് കടന്നു വരികയാ അപ്പാ. അങ്ങയുടെ മുഖത്തേക്കൊന്ന് നോക്കുകയാ അപ്പാ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഭവനവും പരിസരമൊക്കെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് മക്കളെ സമർപ്പിക്കുക. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെ ഞങ്ങളുടെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ച് തരുന്നു. എൻ്റെ കർത്താവിൻ്റെ പാദപീഠം ചേർന്ന് കടന്നു വരുന്നവരാരും ഒരു നാളിൽ ലജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഞങ്ങളുടെ സകല പ്രാർത്ഥനകളെയും സ്വർഗം അംഗീകരിക്കുമാറാകണമേ. അടിയങ്ങളോട് കരുണ തോന്നണമേ, മനസ്സലിയണേന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, എന്ന് നോക്കി വിളിക്കുകയാ. ഞങ്ങളുടെ സങ്കടയാചന കൈക്കൊള്ളണമേ. മഹത്വത്തിൻ്റെ രാജാവേ, ഇന്ന് വരെ ഞങ്ങളെ ജയോത്സവമായി നടത്തി ജീവനും ഭക്തിക്കും വേണ്ടെന്ന് തന്നത് കരുതി ഒരുക്കി നടത്തിയതോർത്ത് സ്തോത്രം. വീണ്ടും ഞങ്ങളുടെ ആവശ്യം സ്തോത്രത്തോടെ അറിയിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പൻ്റെ പാദപീഠത്തിലോട്ട് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ എല്ലാ ആവശ്യഭാരങ്ങളെയും തിരുമുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, അത് നിശ്ചയമാണ്. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളത് തിരിച്ചറിഞ്ഞവരാ, രുചിച്ചറിഞ്ഞവരാ കർത്താവേ. നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സമയം ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളോട്ടടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവിയൊക്കെ ഓർക്കുന്നു കർത്താവ്. അവരെ അനുഗ്രഹിക്കണം, ജയത്തോടെ നടത്തണം. പ്രത്യേകിച്ച് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നപ്പാ. നല്ല ബുദ്ധി ആലോചനയും കൊടുത്ത് നന്നായി എഴുതി നല്ല മാർക്കോടെ പാസ്സാകണം. അവർക്ക് നല്ല വിജയം കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നത് കർത്താവേ. OIT IELTS പഠിക്കുന്നവർ, കോമ്പറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്നവരെല്ലാം തിരുമുൻപാകെ ഏൽപ്പിക്കുന്ന സകല തടസ്സങ്ങളും കർത്താപ്പച്ചനെടുത്ത് മാറ്റണം. അവരാഗ്രഹിച്ച സ്ഥാനത്ത് കൊണ്ടുവന്ന് എത്തിക്കുമാറാകണം. എല്ലാ വഴിയും വാതിലും അപ്പച്ചൻ തുറക്കുമാറാകണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. നാഥ അനുഗ്രഹിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ സ്തോത്രം, സ്തോത്രം. ദൈവമായ കർത്താവേ, സമയം ഹല്ലേലൂയ കർത്താവേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. എൻ്റെ തമ്പുരാൻ്റെ ബുദ്ധിയും ഞാനും ആലോചനയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്ന തമ്പുരാനെ, അവിടുന്ന് അത്ഭുതകാരം നീട്ടണമേ. അപ്പം നീ അവർക്ക് ഉപജനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണമേ. ദൈവമായ കർത്താവെ സ്തോത്രം. ജോലി ചെയ്യുന്ന മക്കളെയും ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ബലപ്പെടുത്തണമേ. യാതൊരു കൈപ്പിഴയും കൂടാതെ എല്ലാ കാര്യം എതിർപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ സ്തോത്രം, സ്തോത്രം. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. സന്തോഷത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ ഇടയാക്കണേ കർത്താവ്. എല്ലാം നന്മയും കൊടുത്ത് നിറച്ചുകൊള്ളണേ ദൈവമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നപ്പോൾ സന്തോഷത്തോടെ ജീവിപ്പാൻ വേണ്ടുന്ന എല്ലാ മുഖാന്തരം സ്വർഗം ഒരുക്കിക്കൊള്ളുമാറാകണം. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ കർത്താവെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്ന തക്ക തുണയെ ഒരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ നടക്കണം. ഹല്ലേലൂയ. വിവാഹത്തിനായിട്ട് തയ്യാറെടുക്കുന്ന പൈതങ്ങളും ഉണ്ടപ്പാ. കരുതണമേ, സഹായിക്കണമേ, അത്ഭുതം ചെയ്യണമേ.
ഹാലേലുയ. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ഒന്നിനും കുറവ് കൂടാതെ സ്വർഗ്ഗം എല്ലാ മക്കളെയും കരുതിക്കൊള്ളുമാറാകണമേ. ദൈവമായ കർത്താവേ, ഈ സമയം ഭവനമില്ലാത്ത മക്കളുണ്ട്, കടഭാരമുള്ള മക്കളുണ്ട്, ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. തിരുമുൻപാകെ സമർപ്പിക്കുന്നപ്പാ, കടഭാരമുള്ള മക്കളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്ത് കൊടുത്താട്ട്. ഭവനമില്ലാത്ത മക്കൾക്ക് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഭവനം കൊടുത്താട്ടെ. ഭവനം പണിയുന്ന മക്കളെ അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കിക്കാട്ടെ. എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് തരുന്ന അപ്പാ സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്, കുടുംബജീവിതത്തിൽ പുതുവർഷകാലം പ്രവേശിച്ച മക്കളുണ്ട്. സ്വർഗത്തിലെ അപ്പച്ചൻ അവരെയെല്ലാം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ ഓരോ പ്രിയ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ യാത്രകളിൽ കൂടെ ഇരിക്കണം. സുഖകരമായി യാത്ര ചെയ്ത് നിശ്ചയസ്ഥാനത്ത് എത്തിച്ചേരണം. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കഴിഞ്ഞ രാത്രികാലം ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ യാത്ര ചെയ്ത് സുഖകരമായി കൊണ്ടുവന്ന് കർത്താവ് എത്തിച്ചു. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീണ്ടും എല്ലാ മക്കളുടെയും വാഹനത്തിലും വഴിയിലും കർത്താപ്പച്ചൻ്റെ കരം ചേർത്ത് പിടിച്ചോണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ചില നീറുന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. അവരെ കർത്താവ് പൂർണ്ണമായും വിടുവിക്കണമേ. സങ്കടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരിക. സ്വർഗം കരുതിക്കൊള്ളുമാറാകണം. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളും പരിസരങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്നവരെ ഓർക്കുന്നു. എൻ്റെ ദൈവം മാനസാന്തരം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനവരെ എല്ലാം ആശ്വസിപ്പിക്കുമാറാകണമേ. പ്രത്യാശയുടെ ജീവിപ്പാൻ ഇടയാക്കണമേ. അപ്പാ, നീ ഇവിടുന്ന് കരുണ കാണിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. വിശ്വസ്തരായ ദൈവകൃപ നിറഞ്ഞവരായി എല്ലാ കാര്യം ചെയ്തിർപ്പാൻ ഓരോ മക്കളെയും സഹായിച്ചാട്ട് കർത്താവേ, ഈ സമയം കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ എല്ലാ രോഗികളെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് നല്ല വചനം, രോഗം നീക്കുന്ന മരുന്നും എൻ്റെ അപ്പച്ചനാ. ഞങ്ങൾ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സകല രോഗങ്ങളെയും സകല രോഗികളെയും പൊന്നപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് ചാർത്ത് വയ്ക്കുകയാ. കർത്താവേ, അങ്ങയുടെ വലിയ സൗഖ്യം കാത്തു കിടക്കുകയാ. ആ ദൃശ്യമാർന്ന കരം ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണം. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യമുണ്ടാകും. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞങ്ങളത് തിരിച്ചറിഞ്ഞ്, ഞങ്ങളത് രുചിച്ചറിഞ്ഞ് കർത്താവേ, വീണ്ടും ആ കരം കുറുതല്ലല്ലോ കർത്താവേ. കേൾപ്പാൻ കഴിയാതെന്നും ആ കാത് മന്ദമായിട്ടില്ലല്ലോ. പ്രവർത്തിപ്പാൻ കഴിയാതെന്നും ആ കരം കുറുതല്ലല്ലോ. സ്വർഗത്തിലെ അപ്പച്ചൻ ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആണിപ്പഴുതുള്ള കരമൊന്ന് കടന്നു എന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ല. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കർത്താവ് അത് ചെയ്തു തരുമാറാകണം. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറച്ച് നടത്തണം. സർവ്വമഹത്വം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.